കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന തിരുവനന്തപുരത്തിന്റെ സ്വന്തം പൊന്മുടിയിലേക്കൊരു യാത്ര, അതും രാത്രിയിൽ. അതാണ് ഫ്രീ ട്രെയിൻ ട്രാവലേഴ്സിന്റെ ഇന്നത്തെ വീഡിയോ. സാധാരണ രീതിയിൽ പൊന്മുടിയിലേക്ക് രാത്രിയിൽ ആരെയും കയറ്റിവിടത്തില്ല. കാരണം ആ ബേസ് സ്റ്റേഷനിൽ നിന്നും 16 കിലോമീറ്റർ കൊടും കാട്ടിലൂടെ യാത്ര ചെയ്ത് വേണം നമുക്ക് പൊന്മുടി ടോപ്പ് സ്റ്റേഷനിലെത്താൻ. ഞങ്ങൾ പക്ഷേ അഡ്വാൻസായി ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് നമ്മളെ കയറ്റിവിട്ടത്. അതും ഗസ്റ്റ് ഹൗസ് ആണെങ്കിൽ പോലും ഏകദേശം 5 മണിക്ക് മുന്നേ റിപ്പോർട്ട് ചെയ്യണമെന്ന് അവർ പറയുന്നുണ്ട്. നമുക്കൊരു എമർജൻസി ഘട്ടം വന്നതുകൊണ്ട് നമുക്ക് എത്താൻ പറ്റിയില്ല. അതുകൊണ്ട് മാത്രം നമ്മളെ രാത്രി കയറ്റി വിട്ടു. എങ്കിലും ബേസിലുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞു വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ, ശരിക്കും ആന ഇറങ്ങുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ മുകളിലേക്ക് കയറ്റി വിട്ടത്. ഇവിടുത്തെ സാധാരണ എൻട്രി ടൈം രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ്. പൊന്മുടിയുടെ ബേസ് ക്യാമ്പായ ഗോൾഡൻ മാലിയിൽ നിന്നും 22 ഹെയർ പിൻ വളവുകൾ കയറി വേണം നമുക്ക് പൊന്മുടിയുടെ ടോപ്പിലെത്താൻ. ശരിക്കും കോടമഞ്ഞ് മൂടി പൊതിഞ്ഞു കിടക്കുന്ന അന്തരീക്ഷമായിരുന്നു അവിടെ. സമുദ്രനിരപ്പിൽ നിന്നും 1100 മീറ്റർ ഉയരത്തിലാണ് പൊന്മുടി സ്ഥിതി ചെയ്യുന്നത്. നോക്കത്താ ദൂരത്ത് പടർന്നു കിടക്കുന്ന സഹ്യപർവ്വത നിരകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. തിരുവനന്തപുരത്തു നിന്നും വടക്ക് കിഴക്കായി 61 കിലോമീറ്റർ ദൂരെയായിട്ടാണ് പൊന്മുടിയുടെ സ്ഥാനം. മിക്കവാറും എല്ലാ മാസങ്ങളിലും തണുപ്പും കോടമഞ്ഞും നമുക്കിവിടെ അനുഭവിക്കാൻ പറ്റും. ഗവൺമെന്റിന്റെ 3 ഗസ്റ്റ് ഹൗസുകളാണ് പൊന്മുടിയിലെ ടോപ്പിലുള്ളത്. 16ാം ഹെയർപിൻ വളവ് കഴിയുമ്പോഴാണ് PWD ഗസ്റ്റ് ഹൗസ് ഉള്ളത്. എന്നാൽ വീണ്ടും മുകളിലേക്ക് കയറി ഏകദേശം ടോപ്പ് സ്റ്റേഷന് 2 കിലോമീറ്റർ മുന്നിലായിട്ടാണ് ടൂറിസത്തിന്റെ ഗസ്റ്റ് ഹൗസും KTDCയുടെ ഗസ്റ്റ് ഹൗസും ഉള്ളത്. നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്കുള്ള വഴിയാണിത്. വഴി കുറച്ച് മോശമായിരുന്നു. പക്ഷേ ആ മോശം വഴിക്ക് ശേഷം നമുക്ക് കിട്ടിയ കാഴ്ചയും അനുഭവങ്ങളും അതിമനോഹരമായിരുന്നു. ഈയിടെയായി പുതുക്കി പണിഞ്ഞ പൊന്മുടി സർക്കാർ അതിഥി മന്ദിരമാണിത്. ഞങ്ങൾ പ്രതീക്ഷേനേക്കാട്ടിലും വലിയ സൗകര്യങ്ങളും നല്ല ഹോസ്പിറ്റാലിറ്റിയുമാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. പൊതുജനങ്ങൾ എല്ലാവർക്കും തന്നെ ഓൺലൈൻ വഴി ഈ ഗസ്റ്റ് ഹൗസ് നേരത്തെ ബുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ മിക്കപ്പോഴും നല്ല റഷാണ്, അവൈലബിൾ ആയിരിക്കണമെന്നില്ല. നേരത്തെ നമ്മൾ നോക്കിയിരുന്ന് അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ചെയ്യേണ്ടി വരും. 1200 രൂപയാണ് ഒരു റൂമിന്റെ റെന്റ് ഇവിടെ. പക്ഷേ ആ റെന്റിനേക്കാൾ 3 ഇരട്ടി വാല്യൂ ഉള്ള സൗകര്യങ്ങളാണ് നമുക്കിവിടെ ഒരുക്കിയിട്ടുള്ളത്. അതിവിശാലമായ ഒരു ഡബിൾ ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടിയത്. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ബാത്റൂം ആകട്ടെ, മേശ, കസേര, എല്ലാം, TV, വൈഫൈ, എല്ലാ സൗകര്യങ്ങളും നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. ഒന്നും മോശം പറയാനില്ല. രാത്രി താമസിച്ചുറങ്ങിയത് കൊണ്ട് തന്നെ എഴുന്നേൽക്കാൻ നല്ലോണം നേരം വൈകി. ശരിക്കും രാവിലെ എഴുന്നേറ്റ് മൂടൽ മഞ്ഞ് ഉള്ള സമയത്ത് പൊന്മുടിയുടെ ടോപ്പ് സ്റ്റേഷൻ പോകണമെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് നമുക്കത് സാധിച്ചില്ല. എങ്കിലും റെഡിയായി വന്ന് ആ നമ്മുടെ ഗസ്റ്റ് ഹൗസിന്റെ ഫ്രണ്ട് ഇരുന്നപ്പോൾ ഞാൻ കണ്ട വ്യൂ ആണിത്. ഭയങ്കര മനോഹരം. ആ ദൂരെയായി പൊട്ടുപോലെ കാണുന്നതുണ്ടല്ലോ, പൊന്മുടിയുടെ ടീ എസ്റ്റേറ്റിന്റെ ഒരു ബിൽഡിംഗ് ആണ്. സത്യത്തിൽ ആ വഴി കടന്നിട്ടാണ് നമ്മൾ ഈ 22 ഹെയർ പിൻ കയറി നമ്മൾ ഈ ടോപ്പിലെത്തിയത്. ഗസ്റ്റ് ഹൗസിൽ നിന്നും 2 കിലോമീറ്റർ മാറിയായിട്ടാണ് ടോപ്പ് സ്റ്റേഷൻ. അങ്ങനെ ഞങ്ങള് വീണ്ടും ടോപ്പ് സ്റ്റേഷനിലേക്ക് യാത്ര തിരിച്ചു. മലദൈവങ്ങൾ പൊന്നു സൂക്ഷിക്കുന്ന മലയായതിനാലാണ് പൊന്മുടി എന്ന പേര് വന്നതെന്നാണ് കാണിക്കാരായ
ആദിവാസികൾ വിശ്വസിക്കുന്നത്. എന്നാൽ പേരിന്റെ യഥാർത്ഥ കാരണം ഇവിടെ പുരാതന കാലത്തുണ്ടായിരുന്ന ബുദ്ധ ജൈന സംസ്കാരമാണ് എന്നാണ് ചില ചരിത്രകാരന്മാർ പറയുന്നത്. ടോപ്പ് സ്റ്റേഷൻ എത്തുന്ന തൊട്ടു മുന്നിലായിട്ട് ഒരു പോലീസ് സ്റ്റേഷനും നമുക്ക് കാണാം. അങ്ങനെ പൊന്മുടിയുടെ ടോപ്പ് സ്റ്റേഷനിലെത്തി. അതിന്റെ ഇരു സൈഡിലുമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. 40 രൂപയാണ് പാർക്കിംഗ് ഫീസ്. പൊന്മുടിയിലേക്കുള്ള എൻട്രൻസ് ഫീസും 40 രൂപ തന്നെയാണ് മുതിർന്നവർക്ക്. കുട്ടികൾക്കാവട്ടെ അത് 20. നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ തന്നെ 4 ചുറ്റിനും മലനിരകളാൽ സമ്പൽ സമൃദ്ധമാണ് പൊന്മുടി. ഞാനും ഹസ്ബൻഡും ഈ ഹരിതാഭവും പച്ചപ്പും ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് പൊന്മുടി എത്തിയെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് എണ്ണമില്ല. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നമ്മളെ കളിയാക്കാറുണ്ട്, നിങ്ങൾ എന്താണ് ഇത്രത്തോളം പൊന്മുടിയിൽ കാണാറുള്ളതെന്ന്. പക്ഷെ ഓരോ പ്രാവശ്യത്തെ പൊന്മുടിയിലോട്ടുള്ള യാത്രയും നമുക്ക് ഓരോരോ അനുഭവങ്ങളാണ് നൽകുന്നത്. ചില സമയത്ത് അതിശക്തമായ മൂടൽമഞ്ഞും നല്ല കാറ്റും തണുപ്പും മഴയും വെയിലും ഒക്കെ നമുക്കിവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എക്കോ പോയിന്റിലേക്ക് നടന്നു തുടങ്ങി. വലതുവശത്തായിട്ട് കാണപ്പെടുന്ന ഏറ്റവും ഉയരമുള്ള കുന്നാണിത്. അതിന്റെ ഏറ്റവും ടോപ്പിലായിട്ടാണ് വാച്ച് ടവർ ഉള്ളത്. ഇപ്പോൾ അതിന്റെ ദ്രവീകരിച്ച അവസ്ഥയായതുകൊണ്ട് മുകളിലോട്ട് ആളുകളെ കയറ്റി വിടുന്നില്ല. എങ്കിലും അതിന്റെ ബേസ് വരെ നമുക്ക് കയറിപ്പോവാം. എക്കോ പോയിന്റിലേക്ക് നടക്കുന്ന വഴിയുടെ വലതുവശം വാച്ച് ടവർ നിൽക്കുന്ന ഭാഗം നല്ല പച്ച പുതച്ച് കിടക്കുന്ന പുൽമേടുകളാണെങ്കിൽ ഇടത് ഭാഗം ശരിക്കും വലിയ പാറക്കെട്ടാണ്. ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന മലനിരകളാണ് പശ്ചിമഘട്ടം എന്നറിയപ്പെടുന്നത്. ഇത് നമ്മുടെ അറബിക്കടലിന് സമാന്തരമായിട്ടാണുള്ളത്. ഈ പ്രകൃതി സൗന്ദര്യത്തിന് പുറമെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ സാഹസികമായ 3 ട്രെക്കിങ്ങുകൾ ആരംഭിക്കുന്നത് ഈ എക്കോ പോയിന്റിൽ നിന്നാണ്. പൊന്മുടിയിലെ ഏറ്റവും വലിയ പ്രത്യേകതയും അതുതന്നെയാണ്. ഒന്നാമത്തെ ട്രെക്കിംഗ് പോയിന്റ് വരയാടുംമുട്ടയാണ്. 9 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ട്രെക്കിംഗ് ആണ് ഇത്. 5 മെമ്പേഴ്സിന് 5000 രൂപയാണ് ഫീസ്. അഡീഷണൽ ഫീ ആയിട്ട് 1000 രൂപയും നമ്മൾ നൽകണം. രണ്ടാമത്തെ ട്രെക്കിംഗ് പോയിന്റ് ആണ് മരുത്വാമല അല്ലെങ്കിൽ മണച്ചാല ട്രെക്കിംഗ്. 6 മണിക്കൂറാണ് ഇതിന്റെ ദൈർഘ്യം. ഇതും 5 മെമ്പേഴ്സിന് 3500 രൂപയാണ് ഫീസ് ഇനത്തിൽ ഈടാക്കുന്നത്. അഡീഷണൽ ആയി 700 രൂപയും നമ്മൾ നൽകണം. മൂന്നാമത്തതും ഏറ്റവും ചെറിയ ദൈർഘ്യമുള്ളതുമായ ട്രെക്കിംഗ് ആണ് സീതാതീർത്ഥം ട്രെക്കിംഗ്. 3 മണിക്കൂറാണ് ഇതിന്റെ ദൈർഘ്യം. 5 മെമ്പേഴ്സിന് 3500 രൂപയാണ് ഇതിന്റെയും ഫീസ്. അഡീഷണൽ ആയി 400 രൂപയും. ഈ അഡീഷണൽ എമൗണ്ട് നമ്മുടെ കൂടെ വരുന്ന ഗൈഡിന് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. സീതാതീർത്ഥം ട്രെക്കിംഗ് പോയിന്റിലേക്കുള്ള ടിക്കറ്റ് മാത്രം നമുക്ക് ഹിൽ ടോപ്പിൽ നിന്ന് കിട്ടും. ബാക്കിയുള്ള 2ന്റെയും ടിക്കറ്റ് താഴെ ഗോൾഡൻ വാലിയിൽ നിന്നാണ് നമ്മൾ എടുക്കേണ്ടത്. ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള വനസംരക്ഷണ സമിതിയുടെ ഒരു കോംപ്ലക്സ് ആണിത്. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നമുക്കിവിടെ തരുന്നുണ്ട്. കാട്ടിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന പല സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാം. 50 രൂപ ടിക്കറ്റ് നിരക്കിൽ ഒരു 3D ഫിലിം ഷോയും അവരിവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചോലവനങ്ങളുടെയും
പുൽമേടുകളുടെയും അതിമനോഹരമായ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ താഴേക്ക് തിരിച്ചു. പൊന്മുടി കാണാൻ വരുന്ന എല്ലാവരും അത്യാവശ്യം കണ്ടിരിക്കേണ്ട 2 ടൂറിസ്റ്റ് പ്ലേസസ് ആണ് കല്ലാറും മീൻമുട്ടി വാട്ടർഫാൾസും. ശരിക്കും അതിമനോഹരമായ ഒരു 1.5 കിലോമീറ്റർ ട്രെക്കിംഗ് ആണ് മീൻമുട്ടി വാട്ടർഫാൾസിലേക്കുള്ളത്. അപ്പൊ എല്ലാവരും അതും കൂടി കാണണം. ഇനിയും അതിമനോഹരമായ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.